ഇന്ത്യക്കാരുടെ അവിടെ നിന്ന് ഒഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിനു മുമ്പായി ഇറാൻ ഇപ്പോൾ ഒരു പ്രത്യാക്രമണത്തിന് ഒരുങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. ടെല്ലവീവിൽ അടക്കമുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ അപായ സൈറണുകൾ മുഴങ്ങി എന്നുള്ള വാർത്തകളുമൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്ന് ഇന്നലെ രാത്രി ഇസ്രായേൽ ഇറാനു നേരെ ടെഹ്റാനു നേരെയൊക്കെ വലിയ ആക്രമണം നടത്തിയിരുന്നു. ഇന്നിപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നും തിരിച്ചു ഒരു പ്രത്യാക്രമണം ഉണ്ടാവാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇത് മുന്നിൽ കണ്ടാവണം ടെല്ലവീവിലടക്കം അത്തരം അപായ സൈറണുകൾ വീണ്ടും മുഴങ്ങിയിരിക്കുന്നു. നേരത്തെയൊക്കെ ആളുകളോട് ബങ്കറുകളിൽ പോകാൻ നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ബങ്കറുകളിൽ നിന്ന് പുറത്തിറങ്ങാമെന്ന് പിന്നീട് നിർദ്ദേശം വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഒരു ആക്രമണം ഒരുങ്ങുന്നു എന്നുള്ള സൂചനയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അത് വരും മണിക്കൂറുകളിൽ എന്താണ് സംഭവിക്കുന്നതെന്നറിയാം. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്കാരെ ഇരു രാജ്യങ്ങളിൽ നിന്നും ഒഴിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഇപ്പോഴത്തെ സംഘർഷം ഒരു യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം G7 ഉച്ചകോടിയിൽ നിന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കം മടങ്ങി പോയി കഴിഞ്ഞു. വലിയൊരു കനത്ത തിരിച്ചടിയിലേക്ക് ഇറാനിൻ്റെ ആത്മീയ നേതാവ് അയത്തുള്ള ഖമേനി അടക്കം ഇല്ലാതെയാക്കാൻ വേണ്ടിയുള്ള നീക്കത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് ബെഞ്ചമിൻ നെതന്യാഹു അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ നൽകുന്നത്. ഇന്ത്യ ഇപ്പോൾ നിലവിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളെയാണ് ഒഴിപ്പിച്ചത്. ടെഹ്റാനിൽ നിന്നും 600ഓളം ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഖോം എന്ന് പറയുന്ന നഗരത്തിലേക്കാണ് മാറ്റിയത്. താരതമ്യേന ആക്രമണം അല്ലെങ്കിൽ ഇതുവരെയും വ്യോമാക്രമണം ഉണ്ടാവാത്ത സുരക്ഷിതമായ ഒരു നഗരത്തിലേക്കാണ് മാറ്റിയത്. ഉർമിയിൽ നിന്നും 110 വിദ്യാർത്ഥികളെ കരവഴി അർമേനിയയിൽ എത്തിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി അവർ അർമേനിയൻ അതിർത്തിയിൽ എത്തിയിരുന്നു. ഇന്നിപ്പോൾ അവരെ അർമേനിയയിൽ സുരക്ഷിതമായി എത്തിച്ച് അർമേനിയയിൽ നിന്ന് ഇനി വ്യോമമാർഗം ഇന്ത്യയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇന്ത്യ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇസ്രയേലിൽ നിന്നും ഇറാനിൽ നിന്നും ഉള്ള പ്രധാനപ്പെട്ട വിഷയം അവിടെ നിന്ന് വിമാനത്താവളങ്ങളെല്ലാം വ്യോമ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വ്യോമമാർഗം അവിടെ നിന്ന് ആളുകളെ പുറത്തേക്ക് കൊണ്ടുപോവുക ഇപ്പോൾ ഏറെ അസാധ്യമാണ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ സമീപ രാജ്യങ്ങളിലേക്ക് അയൽ രാജ്യങ്ങളിലേക്ക് കരവഴി എത്തിക്കുക, അതിനുശേഷം പിന്നീട് അവിടെ നിന്ന് വിമാനം വഴി ഇന്ത്യയിലേക്കോ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് എത്തിക്കുക. ആ ഒരു രീതിയാണ് ഇപ്പോൾ ഇന്ത്യ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാനിൽ 1000ഓളം വിദ്യാർത്ഥികളടക്കം 10,000ഓളം ഇന്ത്യക്കാരുണ്ട് എന്നുള്ളതാണ് ഏകദേശം ഒരു കണക്ക്. ഈ ആളുകളെല്ലാം ഒഴിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഒരു യുദ്ധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ 10,000ഓളം പേരെ ഇറാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടക്കി കൊണ്ടുവരേണ്ടി വരും. അത് വലിയ ഇറാനെ പോലൊരു അതിവിശാലമായ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ജീവിക്കുന്ന ആളുകളൊക്കെ ആവും. അവരെയൊക്കെ സമീപ കരവഴി അടുത്ത രാജ്യത്ത് എത്തിക്കുക, അടുത്ത രാജ്യത്തു നിന്ന് മാത്രമേ അവരെ ഇന്ത്യയിലേക്ക് മടക്കി കൊണ്ടുവരാൻ കഴിയൂ. അത്തരമൊരു നീക്കം ആവശ്യമായി വന്നാൽ അതിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ എന്തായാലും ഇന്ത്യ ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഞായറാഴ്ച കഴിഞ്ഞ ദിവസം തന്നെ അർമേനിയൻ വിദേശകാര്യമന്ത്രി അരാരത്ത് മിർസോയുമായി സംസാരിച്ചിരുന്നു. ഷിറാസിൽ നിന്നും ഇസ്ഫഹാനിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളെ യാസ്ദിലേക്കാണ് മാറ്റുന്നു എന്നുള്ള സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവിടുത്തെ വിവിധ നഗരങ്ങളിൽ നിന്നുള്ള ആളുകളെ സമീപ രാജ്യങ്ങൾ വഴി ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ്. ഇതേപോലെ തന്നെ ഇസ്രയേലിലുള്ള ആളുകളെയും അത്തരത്തിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ എന്തെല്ലാമാണെന്ന് ഇന്ത്യ ആലോചിക്കുന്നുണ്ട്, എന്ത് വേണമെന്ന്. പക്ഷേ ഇസ്രയേലിൽ നിന്ന് അത്തരത്തിലേക്കുള്ള ഒരു ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചിട്ടില്ല. പക്ഷേ ഇറാനിൽ നിന്ന് അത്തരത്തിൽ ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചു. കിരൺ, ഇതിനിടയിലാണ് ട്രംപ് G7 ഉച്ചകോടിയിൽ നിന്ന് അടിയന്തരമായി മടങ്ങുന്നത്. ടെഹ്റാനിൽ നിന്ന് മുഴുവൻ ആളുകളും ഒഴിഞ്ഞു പോകണമെന്ന ട്രംപിന്റെ ആഹ്വാനം വരുന്നു. ഇനി കാര്യങ്ങൾ നിയന്ത്രണത്തിൽ നിൽക്കില്ല എന്ന പ്രതീതി ജനിപ്പിക്കുന്നുണ്ട്. അതായത് എന്തെങ്കിലും ഒരു അടിയന്തര തീരുമാനം വേണമെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് വൈറ്റ് ഹൗസിൽ തന്നെ വേണമെന്നതാണ് അമേരിക്കയുടെ പ്രധാനപ്പെട്ട നയങ്ങളിലൊന്ന്. അതിൻ്റെ ഭാഗമായാണോ ഈ മടക്കം? ഈ G7 ഉച്ചകോടിയിൽ ഈ ആക്രമണത്തിൽ നിന്ന് പിന്മാറാനുള്ള അല്ലെങ്കിൽ സംഘർഷം ഒഴിവാക്കാനുള്ള ഒരു ഉടമ്പടിയിൽ ഒപ്പിടാതെ ട്രംപ് മാറി നിന്നു എന്നതും ശ്രദ്ധേയമല്ലേ? രണ്ട് പ്രധാനപ്പെട്ട സൂചനകളാണ് ഇതൊരു യുദ്ധത്തിലേക്ക് പോകുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് പുറത്തു വരുന്നത്. ഒന്ന്, ആദ്യത്തെ പ്രധാന സൂചന എന്ന് പറയുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റേതാണ്. ഞങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് ഇറാനിലെ ജനതയ്ക്കെതിരെയല്ല ഞങ്ങളുടെ സമരം, ഇറാനിലെ ഭൂരിപക്ഷം ജനങ്ങളും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു, ഇറാനിലെ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്, ഇതുവരെയും ആണവായുധങ്ങൾക്കെതിരെയുള്ള പോരാട്ടമാണ് എന്നൊക്കെ പറയുകയും ഇറാനിലെ ഭരണമാറ്റം എന്നത് രണ്ടാമത്തെ അജണ്ടയായി നിർത്തുകയും ചെയ്തെങ്കിൽ ഇതിപ്പോൾ തുറന്നു തന്നെ ഇപ്പോൾ പറയുന്നു ഇറാനിൽ ഒരു പുതിയ ഭരണകൂടം വരണം, ഇപ്പോഴത്തെ ഭരണകൂടം മാറണമെന്ന് പറയുന്നു. ഇതിന് തൊട്ടു മുമ്പ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഇവിടെ ഇറാന്റെ ആത്മീയ ആചാര്യൻ അയത്തുള്ള ഖൊമേനി ഇല്ലാതെയായി കഴിഞ്ഞാൽ സംഘർഷം കൂടുകയല്ല, സംഘർഷം അവസാനിക്കുകയാണ്, അതോടുകൂടി സംഘർഷം അവസാനിക്കുന്നു എന്ന് പറയുന്നു. ഇറാനിൽ ഒരു ബദൽ ഭരണകൂടം സൃഷ്ടിക്കും വരെ ഈ പോരാട്ടം തുടരും എന്നുള്ള സൂചനയാണ്, അല്ലെങ്കിൽ വ്യക്തമാക്കുകയാണ്, സൂചനയല്ലാതെ വ്യക്തമാക്കുകയാണ് യഥാർത്ഥത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു ചെയ്യുന്നത്. അതോടൊപ്പമാണ് ഇന്ന് പെട്ടെന്ന് തന്നെ G7 ഉച്ചകോടി ലോകത്തെ പ്രധാനപ്പെട്ട
പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം രാഷ്ട്രങ്ങളുടെ തലവന്മാരെല്ലാം പങ്കെടുക്കുന്ന G7 ഉച്ചകോടിയാണ്. ആ ഉച്ചകോടിയിൽ നിന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിരിച്ച് അമേരിക്കയിലേക്ക് മടങ്ങുകയാണ്. അദ്ദേഹം പറയുന്നത് സുപ്രധാനമായ വിഷയങ്ങൾ വരുന്നു, അതുകൊണ്ട് ഞാൻ മടങ്ങിയെത്തേണ്ടതുണ്ട്, ആ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മടങ്ങുന്നത്. സ്വാഭാവികമായും ശ്രീജ നേരത്തെ പറഞ്ഞതുപോലെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കാൻ അമേരിക്കൻ പ്രസിഡന്റിന് വൈറ്റ് ഹൗസിൽ മടങ്ങിയെത്തേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ കൊണ്ടാവും എത്തുന്നത്. അതുകൊണ്ട് ഉടൻ തന്നെ ആ തരത്തിലേക്ക് ഒരു യുദ്ധത്തിലേക്കോ അല്ലെങ്കിൽ നീങ്ങാനുള്ള ഒരു സാഹചര്യം ഈ ട്രംപിന്റെ സൂചനകൾ നൽകുന്നതായാലും അല്ലെങ്കിൽ നെതന്യാഹു നൽകുന്ന സൂചനകളിൽ നിന്നും മനസ്സിലാവുന്നത് അത്തരത്തിൽ ഒന്നാണ്. ഇന്നലെ രാത്രിയിലും ടെഹ്റാനു നേരെ ഇറാനുമേൽ കനത്ത വ്യോമാക്രമണമാണ് ഇസ്രയേൽ നടത്തിയത്. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ ഇറാൻ തിരിച്ചടിക്കാനുള്ള സാധ്യതകൾ എന്തായാലും ഇപ്പോൾ മുന്നിൽ കാണുന്നുണ്ട്. ഇസ്രയേലിന്റെ ഏറ്റവും ലോകത്തെ തന്നെ വളരെ പ്രധാനപ്പെട്ട പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിനെ അടക്കം തകർത്തുകൊണ്ട് ഇറാന്റെ മിസൈലുകൾ ഇസ്രയേൽ പതിച്ചിരുന്നു. ഇസ്രയേൽ ആളുകൾക്ക് ആൾനാശമുണ്ടായിരുന്നു. 24 പേരുടെ മരണം ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുന്നു. 100ഓളം പേരുടെ മരണം അനൗദ്യോഗികമായി സ്ഥിരീകരിക്കുന്നുണ്ട്. ടെല്ലവീവിൽ അടക്കം ഉള്ള സ്ഥലത്ത് തലസ്ഥാന നഗരിലും വൈഫൈ അടക്കമുള്ള തുറമുഖ നഗരത്തിലുമൊക്കെ ഇവിടെയൊക്കെയുള്ള ആളുകളെ തിരിച്ച് ബങ്കറുകളിലേക്ക് പോകാനുള്ള നിർദ്ദേശം നൽകേണ്ടി വരുന്ന അവസ്ഥ ഇസ്രയേലിനുണ്ടാകുന്നു. അവിടുത്തെ പ്രധാനപ്പെട്ട കെട്ടിടങ്ങൾ തകരുന്നു. ഇസ്രയേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട F-35 വിമാനം, ഒരു പോർ വിമാനം അടിച്ചിട്ടു എന്ന് ഇറാൻ അവകാശപ്പെടുന്നു. അതിൻ്റെ സ്ഥിരീകരണം ഇനി വരാനുണ്ട്. എന്തായാലും ആ തരത്തിലേക്കുള്ള തിരിച്ചടികൾ ഈ ഭാഗത്തും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും ശക്തമായ ഒരു ആക്രമണത്തിലേക്ക് നീങ്ങാൻ ഉള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് G7-ൽ നിന്ന് പിൻവാങ്ങിയതും ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രസ്താവനയും സൂചിപ്പിക്കുന്നത് കടുത്ത ഒരു ആക്രമണത്തിലേക്ക് അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് ഈ സാഹചര്യം നീങ്ങാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. കിരൺ,